ട്രെയിനിൽ നിന്ന് 2.5 കോടിയുടെ സ്വർണം കവർന്ന മോഷണ സംഘം റെയിൽവേ പോലീസിന്റെ പിടിയിലായി. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് പ്രതികൾ 1.5 കിലോ സ്വർണം കവർന്നത്. തമിഴ്നാട് റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയാണ് RPF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് പ്രതികളെ പിടികൂടിയത്. തിരുനെൽവേലി ഭാഗത്തെ ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോയ 1.5 കിലോ സ്വർണമാണ് മെയ് 16-ന് ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസിൽ നിന്ന് കവർന്നത്. നാഗർകോവിലിന് സമീപം കുഴിത്തുറയിൽ വെച്ചായിരുന്നു മോഷണം. എന്നാൽ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ നടത്തിയ മോഷണത്തിൽ ആദ്യഘട്ട അന്വേഷണം വഴിമുട്ടി. കുഴിത്തുറ ഭാഗത്ത് നിന്ന് ശേഖരിച്ച 500-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണ സംഘത്തെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ ലഭിച്ചത്. പിന്നാലെ അന്വേഷണം തൃശൂരിലേക്കും വ്യാപിപ്പിച്ചു. ഗുണ്ടാ നേതാവ് കണ്ണമ്പത്തൂർ രഞ്ജിത്താണ് കവർച്ചയുടെ സൂത്രധാരൻ. സ്വർണം കൊണ്ടുപോകുന്ന ആളുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച സംഘം മാസങ്ങളുടെ ആസൂത്രണത്തോടെയാണ് കൃത്യം നടത്തിയത്. മോഷണത്തിനായി മാത്രം 30ഓളം സിം കാർഡുകൾ പ്രതികളുടെ ബന്ധുക്കളുടെ പേരിൽ സംഘടിപ്പിച്ചു. മോഷണ സമയം വരെ ഈ നമ്പറുകൾ ഉപയോഗിച്ച ശേഷം ഇവ നശിപ്പിച്ചു. കൈക്കലാക്കിയ സ്വർണം ഉരുക്കിയ ശേഷം പ്രതികൾ പങ്കിട്ടെടുത്തു. ബാംഗ്ലൂർ, അട്ടപ്പാടി, തിരുപ്പതി, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് പ്രതികളെ പിടികൂടിയത്. രഞ്ജിത്തിനെ കൂടാതെ തൃശൂർ സ്വദേശികളായ അബു താഹിർ, ഗോപകുമാർ, ഷറഫുദ്ദീൻ, സിദ്ദിഖ്, സുജിത്ത്, റാഫേൽ, ഡോളി, വിപിൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇതിൽ ഗോപകുമാർ തൃശൂരിലെ ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ്. ഇവരിൽ നിന്ന് മോഷണം പോയ സ്വർണവും ഏകദേശം 50 ലക്ഷം രൂപയും മോഷണത്തിനായി ഉപയോഗിച്ച 2 കാറുകളുമടക്കം മറ്റു വാഹനങ്ങളും പിടിച്ചെടുത്തു. നിലവിൽ 8 പ്രതികളാണ് പിടിയിലായത്. സ്വർണവുമായി പോകുന്ന ആളിന്റെ പൂർണ്ണ വിവരവും ഫോട്ടോയും പ്രതികൾക്ക് കൈമാറിയ തൃശൂർ കമ്പനിപ്പടി സ്വദേശി റാഫേൽ ഒളിവിലാണ്. RPF തിരുവനന്തപുരം സീനിയർ ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ മുഹമ്മദ് ഹനീഫിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർമാരായ AJ ജിബിൻ, BL ബിനുകുമാർ, സെൽവി എന്നിവരുടെ സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.